ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അനദർ വ്ളോഗ്. ഇറ്റ്സ് മീ ആദിത്യ ചന്ദ്രൻ. നമ്മൾ രാവിലെ ഷട്ടിൽ കളിക്കാൻ വേണ്ടി പോക്കാണ്. ഷട്ടിൽ കളിക്കാൻ വേണ്ടി കബൺ പാർക്കിൽ പോക്കാണ്. രാവിലെ എണീച്ചുകൊണ്ട് കണ്ണൊരു കൂടി തുറക്കാൻ പറ്റുന്നില്ല. ഫുൾ ചെവിയും കട്ടൂടാ കണ്ണും കണ്ടൂടാ. ശിവനെ ഇത് യാത് ജില്ല ഇന്നലെ രാത്രി നല്ല ഇതായിരുന്നു. അല്ല എന്താ പറയാ, അല്ല പാട്ട് പാട്ടായിരുന്നു, ഓർക്കലായിരുന്നു. ഇന്നലെ അടിപൊളി പാട്ട് റെക്കോർഡ് ചെയ്തിട്ടുണ്ട്, ഞാൻ കാണിച്ചു തരാം. അബ്ദുൽ ഫ്ലാഷ് ബാക്ക്. ഇത് പറയാ സംഭവിക്കുന്നുണ്ടോ സുഖം പോയി പാടുന്നത് പാടണോ? കൺമണി പൺപോട് കാതലെന്നാണ് കടിക്കാമേ. പണ്ണടാ യേശുദാസിനെ പോലെ ആക്കണം. ഇത്രയും പണിയുള്ളൂ. ഞാൻ നേരത്തെ രാവിലെ എണീച്ചിട്ട് അറിയാ പുറത്ത് പോയി. അതൊന്ന് വാഷ് ബേസിനോട് പോയിട്ട് തിരിച്ചു വരുമ്പോൾ കണ്ടിട്ട് രാവിലെ ആയിട്ട് ഇതെന്താ എങ്ങനെയാണ് ഇതിലാണ്ട് പാട്ടെങ്ങനെ ആ വീഡിയോയിൽ എക്സ്പ്രഷൻ കണ്ടാൽ തിരി രസമുണ്ടോ ഇല്ലയോ? ബാംഗ്ലൂർ രാവിലെ എങ്ങനെയുണ്ട്? രാവിലെ മോർണിംഗ് പോലെ ഉണ്ടല്ലേ, പിന്നെ രാവിലെ നൈറ്റ് പോലെ ഉണ്ടാവാടോ. സെറ്റ് ഇഷ്ടപ്പെട്ടെന്നറിയാം. രാവിലെ എണീക്കുമ്പോൾ ഈ തിരക്കില്ലാത്ത എന്താ രസം, കലക്കാട് റോഡ്. തിരക്കില്ലായ്മയാണ് എനിക്ക് രാവിലെ ഇഷ്ടപ്പെട്ടത്. ശരിക്കും എത്ര ദൂരമുണ്ട് അടുത്തേക്ക്? ടൗൺ പാർക്കിലേക്ക് കുറച്ച് ദൂരമുണ്ട്. എത്ര? അത്രയുണ്ടല്ലേ? ബൺ പാർക്ക് വന്നിട്ടാണല്ലേ ഷട്ടിൽ കളിക്കാൻ വേണ്ടിയിട്ട്. അവരെണീച്ച ശേഷം ഇന്നലെ കണ്ണൊരു പൊട്ടി തുറക്കാൻ പറ്റുന്നില്ല, എന്തോ അടച്ചു വെച്ച പോലെ. ഇതെങ്ങനെ കുറേ നേരം വെള്ളം ഇങ്ങനെ ആക്കി തുറക്കുക. ഇത് കവൻ പാർക്കിൻ്റെ സ്ട്രക്ചർ തോന്നുന്നു. ഇത് കണ്ടിട്ട് എനിക്കൊന്നും തിരിയുന്നില്ല. പോവാ നോക്കി കണ്ടുപിടിക്കാം. ക്യാമറ നടക്കാൻ ഒരട്ടം പറഞ്ഞു, അപ്പോൾ ക്യാമറയായിട്ട് ആദ്യം പറയും, രണ്ടോട്ടം പറയേണ്ട അവസ്ഥയാണ്. ഈ സൈഡിൽ ആരും ഇല്ലല്ലോ, ആള് വരാൻ തുടങ്ങുന്നുണ്ടാവുള്ളൂ. നമ്മൾ കുറച്ചും കൂടി നേരത്തെ വരണം വിചാരിച്ച, പക്ഷെ ഉറങ്ങിപ്പോയി. ഞാനല്ല,
നേരത്തെ നേരത്തെ വളരെ നേരത്തെ അവിടെ നിന്ന് എന്തോ എക്സസൈസ് ചെയ്യുന്നുണ്ട്. എന്തോ ഈ ഗാർഡൻ നോക്കി മൊത്തം റോസാണ്. അങ്ങോട്ടേക്കാ നമ്മൾ അണ്ണാരക്കണ്ണ് അണ്ണാരക്കണ്ണ് വേറെ വേറെ സാധനം. ഒരു നേരത്തെ ഒരു തത്തയൊക്കെ ഉണ്ട് നല്ല. ഹായ് നോക്കി നമ്മളെ ഏതാടാ നീയൊക്കെ. ഇതിപ്പം 2 സ്ഥലം അപ്പുറത്തെ ഇപ്പുറത്ത് ഇരുന്നിട്ട് ടക്ക് ടക്ക് ടക്ക്. ഓ സൂര്യൻ. മനോഹരമായ കബൺ പാർക്ക്. പോയിന്റില്ല. ഓ എന്നാ വിച്ചാണ്ട് തോറ്റ് തിന്നാൻ പാടും. ജയിക്കുന്ന ആളുടെ വക ബ്രേക്ക്ഫാസ്റ്റ് ഉറപ്പാ. ആരംഭിക്കലാങ്കല്ലോ. ആരംഭിക്കലാമാ. സോറി തുടങ്ങി കളിച്ചോ. കളിക്കാൻ പോവുകയാണ്. കാണുന്നുണ്ട് എന്നാ. എൻ്റെ അമ്മോ പക്ഷെ ഒന്നും ചെയ്യില്ല തോന്നുന്നില്ല പട്ടി. Won't do anything, right? What breed is that? The Goberian. Goberian. It looks nice, really good. Very energetic. Yeah. Come here. ജർമ്മൻ ഷെപ്പേർഡ് ഇത്ര ഡീസൻ്റ് ആയിട്ട് പോകുന്നു. പക്ഷെ അയാളെ കോൺഫിഡൻസ് ഉണ്ട് അല്ലേ. അതാ പോന്ന പണി അറിയുന്ന ട്രെയിൻ. അതുകൊണ്ടാ ഇതല്ലേ. മറ്റേതാണെങ്കിലല്ലോ ഒപ്പരന്നെ വന്നണ്ടാ. ആദ്യം അങ്ങ് പോയി. ഗൈസ് അങ്ങനെ വൻ മത്സരത്തിന് ബിച്ചോട്ടം തോറ്റിരിക്കുന്നു. വൻ തോൽവി അടിച്ച് കമത്തി കൊടുത്തു. ഞാൻ തോറ്റു ഗൈസ്. 4-5 ആരും പറയണ്ട.
അപ്പം നമ്മൾ പോക്കാണോ? പോക്കല്ല, കുറച്ച് കഴിഞ്ഞിട്ടേ പോകും. നമ്മളിങ്ങനെ നടക്കുകയാണ്. ആ സൈഡിൽ തന്നെ മാരത്തോൺ ഉണ്ട്, കുറേ പേര് ഓടുന്നത്. ഇതിന് ചുറ്റി ചുറ്റി പോക്ക് നോക്കുന്നത്. ഇത് എത്ര കിലോമീറ്റർ ഉണ്ടാവും ചുറ്റിലും? അതല്ല ഞാൻ പറഞ്ഞു, ഇത് ചുറ്റും ഒരു റൗണ്ട് എത്ര കിലോമീറ്റർ ഇരിക്കും? 7 കിലോമീറ്റർ ഉണ്ടല്ലേ റൗണ്ട് മൊത്തം? ശേ, മാരത്തോൺ നടന്നുകൊടുക്കുന്നുണ്ട്. ഇങ്ങോട്ടും എല്ലാ ആൾക്കാരും ഓടുന്നുണ്ട്. ഇതെന്താ സംഭവം എനിക്കറിയാം. ജ്യൂസ് വെക്കും. നമ്മളിവിടെ ഗ്രേപ്പ് ജ്യൂസ് കുടിക്കാൻ വന്നു, മാംഗോ ജ്യൂസ് കുടിക്കാൻ വന്നിട്ടുള്ള. നേരത്തെ ഞാൻ 100 ഏക്കർ എന്ന് പറഞ്ഞെങ്കിൽ 100 ഏക്കർ അല്ല ഈ പാർക്കുള്ള, 300 ഏക്കറാണ്. മാറ്റട്ടെ അല്ലേ? 300 ഏക്കർ ഇത്രയും വലിപ്പമുണ്ടാവും. ഇത്ര അങ്ങ് വരും മൊത്തം. നമ്മള് ഇത്തിരിപ്പോൾ എന്നിട്ടും ഇതിൻ്റെ എൻഡിലേക്ക് എത്തിയില്ല. അവരെ നടത്താം. അപ്പുറത്തെ എൻഡ് നല്ല തുടങ്ങിയത്. നമ്മൾ പകുതിക്ക് തുടങ്ങിയല്ലേ? 3/4 ഭാഗം. എന്നിട്ട് എത്ര നേരം നടക്കുന്ന അറിയാം. ഒരു സൈഡിലെ എക്സിറ്റിലെത്തിയിട്ടുണ്ട്. 1/2 മണിക്കൂർ നടന്ന് ഒരു വാതിൽ കണ്ടുപിടിച്ചേ, പക്ഷെ ഒരു ഗേറ്റ് കണ്ടുപിടിച്ചേ. എത്ര പ്രാവ്, പക്ഷേ അടിപൊളി. ഇവിടെ കാക്കി പ്രാവ് കൂടുതലും. അവിടെ ഇങ്ങനെ നിന്നിട്ട് ആൾക്കാർ ഇങ്ങനെ ഫുഡിൻ്റെ അവിടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കുറേ അത് കഴിക്കാൻ വരും ഇങ്ങനെ. മരം ഫുള്ളും ഇതാ പ്രാവാണ്. മരം മൊത്തം പ്രാവാന്ന് കാണുന്നതാ. എന്തോ ആണ്. എന്താ രസം നോക്കി. ഇത് കാണാൻ നല്ല ഭംഗിയാണ്. നല്ല തിരക്കും ഇല്ല, അല്ല കുറച്ച് വണ്ടിയും കുറച്ച് ആൾക്കാരും സമാധാനം. ഇതാണ് ഹൈക്കോർട്ടിൻ്റെ മെയിൻ എൻട്രൻസ്, ഗേറ്റ് 1. സ്റ്റാച്യു ഉണ്ട്. അതാരാ? കുതിരപ്പുറത്തുള്ള അതാരാ? ഓ, വിധാൻ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇതേതോ പണ്ടത്തെ രാജാവ് തോന്നുന്നു. കുതിരപ്പുറത്തായിരിക്കുന്നു. നമ്മളങ്ങനെ തിരിച്ചു പോക്കാണ്. നമ്മൾ കാറെടുത്തെത്തി. ഓക്കെ, ഞാൻ വീട്ടിലെത്തി കുളിച്ചൊന്ന് ഫ്രഷ് ആയപ്പോഴേക്ക് ഒരു മറ്റേ വീഗാൻ്റെ ഒരു വാട്ടർ പ്യൂരിഫയർ ഉണ്ട്. അപ്പോൾ അത് ഫിറ്റ് ചെയ്യാൻ വേണ്ടി ഒരു ഏട്ടൻ വന്നിട്ടുണ്ട്. എന്തോ കണ്ണട കുത്തൊന്നും തിരിയുന്നില്ല. വാട്ടർ പ്യൂരിഫയർ വെച്ചു. ഇനി അൺലിമിറ്റഡ് ആയിട്ട് വെള്ളം കുടിക്കാം. ഈ ബോട്ടിലിന് എത്ര 70. ഇതിന് 70. 10 ലിറ്ററിൻ്റെ. ഇത് 5 ലിറ്ററിൻ്റെ ബോട്ടിലാണ്. 5 ലിറ്ററിൻ്റെ ബോട്ടിലിന് 70. 10 ലിറ്ററിൻ്റെ ബോട്ടിന് 10 ലിറ്റർ 110. ഏതിന്? ഇത് 10 ലിറ്ററിൻ്റെ അല്ലേ? അതും 20 ലിറ്റർ. ശേ, അതിങ്ങനെ ശരിയാവുക? 10 ലിറ്ററിന് പൈസ കൂടുതൽ. അതെങ്ങനെയാന്നേ?
രണ്ടൊരു കമ്പനി അല്ലേ? അതെ സെയിം ആണല്ലോ. അതെ ബിസ്ലറി. ഇതെന്താ പൈസ ഒരു കണക്കില്ലാത്ത? 5-ന്റെ 70, 10-ന്റെ 110, 20-ന്റെ 100. 100 ഇല്ല, 80 20 ഡെലിവറി ചാർജ്. ഓ, കണക്കൊന്നും ശരിയാകുന്നില്ലല്ലോ. എന്തായാലും ഇനി വെള്ളം മേടിക്കണ്ട, ഈ സ്വിച്ച് ഇട്ട വെള്ളം വരും. അതുകൊണ്ടിരിക്കുമ്പോൾ ഓരോ പണി വന്നുകൊണ്ടിരിക്കണം. ആദ്യം ഇത് ഫിറ്റ് ചെയ്യാൻ പറ്റുന്നതിന് ചുമരിൽ ഗ്രില്ല് ചെയ്യുമ്പോൾ പൊട്ടിപ്പോന്നു. അതൊക്കെ എന്തൊക്കെയോ സെറ്റാക്കി. ആദ്യമേ പവർ ഇല്ല. ആദ്യം പ്ലഗ് വർക്കാകുന്നില്ല, എന്നിട്ട് ഒരു എക്സ്റ്റൻഷൻ കേബിൾ എടുത്ത് അത് സെറ്റാക്കി. പിന്നെ നോക്കുമ്പോൾ ഗ്രില്ല് ചെയ്യാൻ നോക്കുമ്പോൾ കീറുന്നില്ല. എന്നിട്ട് എന്തൊക്കെ ചെയ്തു, അത് ഞാൻ കണ്ടില്ല. അതിനുശേഷം എന്തിനു പറ്റി? അതിനുശേഷം മറ്റേ പൈപ്പ് വർക്കാവുന്നില്ല. അതിനുശേഷം എന്താ ഈ പൈപ്പിൽ നിന്ന് വെള്ളം വരുന്നില്ല. പിന്നെ നമുക്ക് ഇതില്ല, ഇതിൻ്റെ അഡാപ്റ്റർ അത് കാണുന്നില്ല. പിന്നെ വയറില്ല. ഓരോന്നോരോ സെറ്റാക്കി വന്നു. ലാസ്റ്റ് ഇതെത്തി. ഒരു OTP വരണം, 1 ടൈം OTP വരണം. അതെങ്കിൽ ബെൽജിയത്തിലേക്കാണ് പോയത്. OTP നമ്പർ ബെൽജിയത്തിൽ എത്തിയിട്ടുണ്ട് OTP. അതിനെ തിരിച്ചു കൊണ്ടുവരണം. അത് സെറ്റായിക്കൊണ്ടിരിക്കുന്നുണ്ട്. പുള്ളിക്കാരി ഇടയ്ക്കിടയ്ക്ക് നോക്കുന്നുണ്ട്. ഓരോ വിചാരിക്കുന്നുണ്ടോ ഭ്രാന്ത് കാരണം അത് സെറ്റാക്കാൻ ഓരോ കുറേ കളിക്കുന്നുണ്ട്. ഇത് പുല്ലാകുന്നുമില്ലല്ലോ, ഇവൻ്റെ എന്തൊക്കെയോ കേൾക്കുകയും വേണം, വെച്ചിട്ട് പോയാലെന്ന് വിചാരിക്കുന്നുണ്ടോ. അതുകൊണ്ട് ഞാൻ അതിനെ ഒച്ചയാക്കാണ്ട് പിടിച്ചുതരാം. പോയിട്ടരാം, വാ. ಕ್ಯಾಪ್ ಓಕೆ. ಅದಾಕಿಲ್ಲ ಅಂದ್ರೆ ಪೈಪ್ ಪ್ರೆಷರ್ ಎಲ್ಲ ಹಾಕಿ ಕಿತ್ಕೊಂಡ್ರೆ ಫುಲ್ ನೀರು ಬರ್ತಾರೆ. ಹೌದಾ? വെള്ളം വന്നേ. ഹായ് 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 വെള്ളം സാരില്ല, സഹിക്കാം. ബാ. അങ്ങനെ സെറ്റായിരിക്കുന്നു നമുക്ക് വെള്ളം കുടിക്കാനുള്ള കുടിവെള്ള പദ്ധതി പാസ്സാക്കിയിട്ടിരിക്കുന്നു. ഇങ്ങനെ ഒരു ബിരിയാണി ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ സാധനം വന്നിട്ടുണ്ട്, പോയി മേടിച്ചിട്ട് വരാം. എന്നാ ബിരിയാണിയാ? ഇന്ന് ഇങ്ങനത്തെ കവറിങ്ങല്ലോ. ബാംഗ്ലൂരിലെ വേൾഡ് ഫേമസ് മേഘന ബിരിയാണി, ബോൺലെസ് ചിക്കൻ ബിരിയാണിയാണ് ഇപ്പോൾ ഓർഡർ ചെയ്തിട്ടുള്ളത്. ലെറ്റ്സ് അൺബോക്സ്. അൺപാക്കിംഗ് ഓഫ് മേഘന ഹൈദരാബാദി ബിരിയാണി. അപ്പോൾ ആദ്യം നമ്മളിങ്ങനെ മുറിച്ചെടുക്കുക. അപ്പോൾ ഇതിലേക്ക് നല്ല ചോറ് മണം കിട്ടുന്നുണ്ട് നിങ്ങൾക്ക്? അപ്പോൾ നമ്മൾ ആദ്യം അല്ല കാണിക്കട്ടെ, എല്ലാം തരും, തിരക്കാക്കില്ല, എല്ലാം തരും, കിട്ടേണ്ടതെല്ലാം കിട്ടും. അപ്പോൾ നമ്മൾ ഇതിനെ സൈഡിലേക്ക് മാറ്റി വെക്കുകയാണ് സുഹൃത്തുക്കളെ. ഇനി ചിക്കൻ അടിപൊളി ഒന്ന് കട്ട് ക്യാമറമാൻ നൽകൂ. 2 പീസ്. ഓക്കെ, 2 പീസ് എനിക്ക്, 2 പീസ് നിനക്ക്. ഒന്നല്ലേ വരുന്നുണ്ട് അടുത്തത്. അങ്ങനെ 2 പീസ് നിനക്ക്. മുളകാ പീസാണല്ലോ. അടുത്തത് 1 പീസ് എനിക്ക്. പിന്നെ ഇപ്പൊ അവിടെ 3 അടക്ക് 1 ആയിരുന്നു. 2 മൂന്നാമത്തെ വരുന്നുണ്ട്. 1 പീസ് നിനക്ക്, പിന്നെ 1 പീസ് എനിക്ക്, പിന്നെ 1 പീസ് നിനക്ക്. ഞാൻ ഈ മുളക് വെച്ചിട്ട് കറിയാക്കണം വീട്ടിൽ. കണക്കായിട്ടാണ് ഇടുന്നത്, ഓരോന്ന്. ചിക്കൻ ചിക്കൻ പച്ച ചിക്കൻ ഹരിയാലി കബാബ്. എനിക്ക് 2 പീസ് നോക്കാം. ഒന്നുമില്ല. പോയിക്കോ, കടിച്ചിട്ടിരുന്നില്ല. പിന്നേക്കാവില്ല, പോട്ടെ, ബൈ ബൈ. ഹേ ഗൈസ്, അപ്പം ഇന്നത്തെ വ്ളോഗ് ഇത്രയേ ഉള്ളൂ. അപ്പം വ്ളോഗ് ഇഷ്ടപ്പെട്ട ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വ്ളോഗ്. സൈനിങ് ഓഫ് ചന്ദ്രൻ.